ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൻ്റെ തറവാട്ടമ്പലത്തിൽ പോകുന്നുണ്ട് കുഞ്ഞിനെ എഴുതിക്കാനായിട്ട്. 3 വയസ്സിനുള്ളിലാണ് എഴുതിക്കേണ്ടത്. ഇപ്പോൾ 2 വയസ്സേ ആയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഹറിബറി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുണ്ണിന് നമ്മളിവിടെ പുതിയൊരു ഡേ കെയർ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് അവളെ വിടാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു 1 hour ഹാഫ് ആൻ അവർ വന്നിട്ട് സ്റ്റഡി ടൈം ഉണ്ട്. ഇവർക്ക് റൈംസും പിന്നെ വന്നിട്ട് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ബുക്കും ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അപ്പോട്ടിനൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് വളർന്ന കൾച്ചറിലേക്ക് നമ്മുടെ വിശ്വാസപ്രകാരം ഫസ്റ്റ് എഴുതിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ട് എഴുതിച്ചിട്ട്, അത് വിദ്യാരംഭത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എഴുതിച്ചിട്ട് അവളെ ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം. ഡ്രോയിങ് ബുക്കും ഇതൊക്കെ കണ്ടിട്ട് അവളിപ്പോഴേ ചോദിക്കാൻ തുടങ്ങി, അമ്മ ഇത് വേണമെന്നൊക്കെ പറയും. അപ്പം മേ ബി അപ്പം അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ കൊണ്ട് എഴുതിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ദിവസമായി, ഏകദേശം 2-2.5 മാസമായിട്ട് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ റീസൺസ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തു. ആക്ച്വലി ഇന്ന് സൺഡേ, സാറ്റർഡേ നമ്മൾ ഉച്ചയ്ക്ക് പോകേണ്ടതായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദന, കണ്ണ് ഉറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എഴുന്നേറ്റിരിക്കുന്ന സമയം എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 1:54. 2 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. നമുക്ക് 2:15 ആകുമ്പോൾ ഇറങ്ങണം. 2:15-2:30 മാക്സിമം ഇറങ്ങണം. 3 മണിക്കാണ് ട്രെയിൻ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ കിട്ടാത്തതാണ്. ഷെഡ്യൂൾ ചെയ്തുകൊണ്ടായിരിക്കും, ചാർട്ട് പ്രിപ്പയർഡ് ആയതുകൊണ്ടായിരിക്കും മേ ബി ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് 2.5 മണിക്കൂർ സുഖമായിട്ട് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ഒറ്റപ്പാലം പോയി അമ്പലത്തിൻ്റെ അടുത്ത് അപ്പോൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ പോയി ഫ്രഷ് ആവുന്നു, റെഡി ആവുന്നു, നേരെ അമ്പലത്തിൽ പോകണു, തിരിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ, ലഞ്ച് കഴിക്കുക, തിരിച്ചു പോരും. ഇതാണ് ആക്ച്വൽ പ്ലാൻ. വേറെ ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ ഇല്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിവേ ഇതാണ് നമ്മുടെ കറണ്ട് പ്ലാൻ. ഇപ്പം ഞാൻ എന്തായാലും ഒരു ചായ ഇട്ട് കുടിക്കട്ടെ, അല്ലെങ്കിൽ പോയ സാധനം പിന്നെയും വരുമായിരിക്കും തോന്നുന്നുണ്ട്. സോ ഒരു ചായ ഇട്ട് കുടിക്കും. ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് കളയാണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ചായ ഇടാം. സ്പൂണിൽ എടുക്കാൻ കഴിയില്ല. എനിക്ക് കടുപ്പം തീരെ ലൈറ്റായിട്ട് മതി. തേയില ബ്ലാക്ക് ടീക്ക് ഇല്ലെങ്കിൽ എനിക്ക് കശക്കും. പക്ഷെ കോഫി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, നല്ല കടുപ്പം, മീഡിയം മധുരം. ബ്ലാക്ക് ടീ ആണെങ്കിൽ എനിക്ക് ലൈറ്റ് കടുപ്പം, ലൈറ്റ് മധുരം, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇവിടെ വെച്ച് അധികം വീഡിയോ എടുക്കണം, കാര്യം ഇൻഡക്ഷൻ്റെ ഭയങ്കര സൗണ്ടായിരിക്കും. 2 മണിയുടെ അലാറം അടിച്ച് ഞാൻ അപ്പോഴെ പോയി പൊക്കട്ടെ. കടുപ്പുള്ള ചായ, കടുപ്പം വേണ്ടെന്ന് ഓർത്തിട്ട് മതി. ഈ ജീൻസ് ആ ടീഷർട്ട് ടേബിളുണ്ട്. ആ ജീൻസും പാൻറ്റും മാറ്റി ആ ടീഷർട്ടിനൊപ്പം. അങ്ങനെ പലതും നിങ്ങൾ കാണേണ്ടി വരും കേട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങട്ടെ. കുഞ്ഞ് സുന്ദരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രഷായി വന്ന് കിടക്കണം. അതുകൊണ്ട് ഞാൻ കയ്യോടെ ഇപ്പം തന്നെ ബെഡ്ഷീറ്റും ഒക്കെ അങ്ങ് ക്ലിയർ ചെയ്തിടുകയാണ്. കുഞ്ഞിനെ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവിടെ എഴുന്നേറ്റ് വരാത്ത ഭാഗ്യം. അങ്ങനെ ബെഡ്ഷീറ്റും എല്ലാം മടക്കി വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. കുഞ്ഞിനെ പുതിയ മഴയാണെന്നൊക്കെ പറയുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല കൂര ഇരുട്ടാണ്. 3 മണിക്കാണ് നമുക്ക് ട്രെയിൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഏകദേശം 2 മണി 2:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇരുട്ട്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മളെവിടെ പോവാ? കുഞ്ഞിടയ്ക്ക് എഴുന്നേറ്റ് വന്നായിരുന്നു. അതുകൊണ്ട് അവൾക്ക് സോക്സും ചെരുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു. കുഞ്ഞ് തനിയെ സെലക്ട് ചെയ്ത് വാങ്ങിച്ച ചപ്പലായത്. വന്ന വഴി നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് റണ്ണിങ് നോസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂക്കൊക്കെ അടഞ്ഞ് ആകെ ഒരു വിധത്തിലായി. ഞാൻ എങ്ങനെ വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങിയാലും കാക്കാലത്തിലെ പോലെയാവും എൻ്റെ ലുക്ക് ഏകദേശം. കാര്യം ഇങ്ങനെ
ഊട്ടിയൊക്കെ പറന്ന് ആകെ വൃത്തികേടായി സീനാവും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം ഇത് റെയിൽവേ സ്റ്റേഷനാണോ അത് ഇത് എന്താണെന്നായിപ്പോയി. കാര്യം ഫുൾ അവിടെ മൊത്തം ആൾക്കാർ കിടക്കുമായിരുന്നു. നമുക്ക് കോയമ്പത്തൂരിൽ നിന്നായിരുന്നു ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും ഹറിബറി പോക്കായതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ വരെ ഇത് ജനറൽ എടുത്തിട്ടാണ് പോണത്. പക്ഷെ നമ്മൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരിക്കും കയറുന്നത്. അവിടെ എന്തായാലും വേക്കൻ്റ് ഉണ്ടാവും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് കയറും. അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്നും പറഞ്ഞ് നിന്നതും ട്രെയിൻ വന്നു. നമ്മൾ ചെന്നപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എടുത്ത് ഒറ്റ ഓട്ടായിരുന്നു. കാര്യം S1 ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ പോയിരുന്നു. എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോരുത് ഗൈസ്. ഇതും കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഓടുന്ന ആത്മാർത്ഥത എൻ്റെ ആത്മാർത്ഥത മാറി നടക്ക്. ഇനി നമ്മൾ ട്രെയിനിൽ കയറട്ടെന്ന് പറ. ബായ്. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് കാണാട്ടാ. അപ്പോഴെന്നെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. ട്രെയിനിൽ കയറി സുഖസുന്ദരമായി കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഉറങ്ങാണ്ടിരിക്കുന്ന ഇരിപ്പ് ഇതെൻ്റെ ഒരു 4-5 ദിവസത്തേക്ക് ഉറക്കമില്ലാത്ത രാത്രികളുടെ തുടക്കമാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിലേക്ക് കാലുകുത്താൻ പോകുകയാണ്. ഞാൻ അങ്ങനെ ഉറക്കമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആലോചിച്ചിരുന്ന് രാവിലെ ആയെന്നൊക്കെ കുറച്ച് മുന്നത്തെ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കോഴി കൂണ ഒച്ചയൊക്കെ കണ്ട് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ നല്ല അടിപൊളി ഒരു ചെക്ക് ഡാം. പാലക്കാട് വഴി അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇറങ്ങുന്നത് ഒറ്റപ്പാലത്താണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. പക്ഷെ അടിപൊളിയായിരുന്നു. വെളുപ്പിനെ ഞങ്ങൾ ഏകദേശം 5:45 5:30 ആ സമയമായപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അവിടെ ഒരു കൊച്ചു ട്രെയിൻ മറ്റേ ഫ്ലോറിൽ തെന്നി വീഴുകയൊക്കെ ചെയ്ത് ആകെ സീനായിരുന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ ദൈവമേ പറയാണ്ടിരിക്കാൻ മേല അടിപൊളിയായിരുന്നു. അതേപോലെ തണുപ്പും ആകെ സീനായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. വിശന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കഴിക്കണം. ഇല്ലെങ്കിൽ ഗ്യാസ് കയറും. ഓൾറെഡി 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് വിശന്ന് ഗ്യാസ് കയറി ഇരിക്കുന്നു. മഴയായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റക്കായി. കാര്യം പെരുമഴ എന്ന് പറഞ്ഞാൽ കൊല്ലം മഴയായിരുന്നു. ഞാൻ വിശക്കണമെന്ന് പറഞ്ഞ് അപ്പോൻ്റെ ഷോൾഡർ മട്ടൻ ഷോൾഡർ പോലെ ഞാൻ കടിച്ച് തിന്നുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിശക്കണമെന്ന് പറയുന്നു. അപ്പോഴേട്ടൻ അവിടെ ഇരുന്നു മസാല ദോശ അത് ഇതിൻ്റെയൊക്കെ റീൽസ് അവിടെ നിന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ നേരമായതുകൊണ്ട് എവിടെ അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. എനിക്കാണെങ്കിൽ വിശക്കണു. ശരി വാ പോകാമെന്നും പറഞ്ഞ് നമ്മളവിടെ നിന്ന് പെട്ടെന്ന് അടുത്ത ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ചായക്കട തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ചേട്ടാ ഒരു ചായ, വട, ഉണ്ണിയപ്പം. അതെ, നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനുണ്ടായ ഇടയില്ല. ഞാൻ ആദ്യം ഓർത്ത് പഴകിയ ഉണ്ടാക്കി വന്നു. ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് ഒരു ഉണ്ണിയപ്പം എടുത്ത് വരുന്ന എങ്ങനുണ്ട് ആപ്പ? എങ്ങനുണ്ട്? കെട്ട പൂച്ചകളുണ്ട്.
ടാങ്കിൽ വെള്ളം ഉണ്ടോന്ന് നോക്കൂട്ടാ. ഞങ്ങൾ കുളിച്ചപ്പോൾ തന്നെ കമ്മിയായിരുന്നു. അത് വെച്ചിട്ടല്ല, അത് ആൺകുട്ടികള് ചോറിനാൻ കൊടുക്കേണ്ടി ചെയ്യണതാ. എവിടെ പോവാ? ഓട്ടോ ഓടിക്കാൻ പോയാടാ. ബാ ബാ അപ്പോട്ടെ. അവിടെ ചെന്നിട്ട് ഇന്ന് എഴുതാൻ, അവിടെ ചെന്നിട്ട് എഴുതാൻ പറ്റിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോട്ടാ. അവള് ഒരു വെറ്റിലടക്കി തപ്പി നടന്ന നടപ്പേ മുന്നിലുണ്ടായിട്ട് വാങ്ങാണ്ട് വന്നതാ. തെറിച്ച അവിടെ ഫുള്ളി ബുജ്ജിക്ക്. ആ വെള്ളം തൊട്ടിട്ട് കൈയും കാലും തൊടിക്കുക. ജസ്റ്റ് തൊട്ടാൽ മതി. ശുദ്ധാകാൻ വേണ്ടി മുഖം തൊടിക്കുക. ഇനി മോതിരം ആഴ്ചയില്ല. മോതിരം മറ്റേ കൂടുതൽ. ഇനി ആ തേന് ഒന്ന് അവർ തൊടിയിക്കുക. മോതിരം വരുന്നുണ്ട്, മോതിരം വരുന്നുണ്ട്. ഇതൊന്ന് ആ വെള്ളത്തിലോട്ട് ശുദ്ധ പരീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ മോതിരെടുത്തിട്ട് മറ്റേ കുട്ടിയുടെ നാവിന് ഹരിശ്രീ ഗണപതയെ നമ. ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നവസ്തു. ഗുഡ് ഗേൾ അല്ലേ നമ്മുടെ പൊന്നല്ലേ, നമ്മുടെ പൊന്നെ. അമ്മ പറയണ കേക്ക്. 1 മിനിറ്റ് നമുക്ക് അരിയിൽ എഴുതി കളിക്കാം. അരി വാരാം. കുട്ടിയുടെ മോതിരവെല്ലോണ്ട് അരിയിൽ ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നവസ്തു എഴുതാം. ആദ്യം നിങ്ങൾ എഴുതുക, നിങ്ങളൊരു പ്രാവശ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയോട് എഴുതിക്കുക. ഹരിശ്രീ ഗണപതയെ നമ. മോതിരയിലൂടെ എഴുതും. ഹരി ശ്രീ ഗണപതയെ നമ. അത് തന്നെ കുട്ടിയെ കൊണ്ട് എഴുതിക്കാം. മറ്റേ താരം വേണം കയ്യിലെടുത്തോളൂ, അല്ലെങ്കിൽ സൗകര്യം മതി. പിടിച്ചു കൊടുക്കാറുന്നില്ലേ? താലം പിടിച്ചു കൊടുക്കാറുന്നില്ലേ? പിടിച്ചു കൊടുത്തു, പിടിച്ചു കൊടുത്തു. നമുക്ക് പഠിക്കാൻ പോണ്ടേ? ഇനി വിശന്നിട്ട് മേലതാ. ഇവിടം വരെ എല്ലാം ശരിയായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് എന്താണോ പ്ലാൻ ചെയ്ത് വന്നത് അത് തന്നെയായിരുന്നു ഇവിടം വരെ നടന്നത്. പക്ഷെ ഇവിടം തൊട്ടങ്ങ് പണികൾ പാളി. ഇനി എന്തായിരുന്നു, ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകണമെന്നായിരുന്നു പ്ലാൻ. പിന്നെ നമ്മൾ വന്നിട്ട് അതുകൊണ്ട് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോട്ടും വിളിച്ചിട്ട് പറഞ്ഞു, വാ ഒന്ന് 5 മിനിറ്റ് ഒന്ന് പുറത്ത് വരെ പോയിട്ട് വരാമെന്ന്. ആ പുറത്ത് പോയി എന്നെ ഏകദേശം 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-2.5-3 മണിക്കൂറിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്.
അങ്ങനെ അതുവഴി പോകുമ്പോഴാണ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കോട ഇറങ്ങണയൊക്കെ കണ്ടു പോകുമ്പം ഇത് അറിയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏരിയ തോന്നുന്നു. അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ഒരു വാട്ടർഫോളോ കണ്ടിട്ടുള്ളൂ. നമ്മുടെ മർമല വാട്ടർഫോൾസ് അവിടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഇതൊരു എനിക്ക് എന്താ പറയണ സേഫായിരുന്നു. എനിക്ക് വെള്ളം പേടിയാണ്. പണ്ട് ഞാൻ കുളത്തിലൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും എനിക്ക് വെള്ളം ഒരു ലെവലിനപ്പുറം വെള്ളമൊന്നും പോകാൻ പറ്റില്ല. കാലൊക്കെ നനയ്ക്കുക അത്രയൊക്കെ പറ്റുള്ളൂ. എനിക്ക് ശ്വാസം മുട്ടും കാണുമ്പോൾ ഞാൻ ബ്ലാങ്ക് ഔട്ട് ആവും. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. ഞാനിങ്ങനെ കാലൊക്കെ ഇട്ടേ അത് ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അധികം വെള്ളത്തിലിറങ്ങുന്ന പരിപാടിയൊക്കെ ഭയങ്കര റെയറാണ്. എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ അത്ര പേടിയാണ് എനിക്ക് വെള്ളം. ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് എന്തൊരു കണ്ടാലും ഇപ്പം ഞാനൊരു ഞാൻ അവിടെ നിന്ന് വീഴും ഇങ്ങനെയൊക്കെ ചിന്തകളുള്ള ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തൂടെയൊക്കെ പോയാൽ കുഴിയിൽ വീഴുമോ, കുഴിയിലേക്ക് പോകുമോ, അങ്ങനത്തെ കുറേ പേടികളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇതൊരു കംഫർട്ട് സോണായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങി. അവിടെ ഒരു കളിഷാപ്പ് കണ്ട നേരെ അങ്ങോട്ട് കയറി. ഞാൻ നൂൽപുട്ടാണ് വാങ്ങിച്ചത്. പിന്നെ സൈഡായിട്ട് നമ്മുടെ പോർക്ക് ഫ്രൈ, പിന്നെ നമ്മുടെ കാട റോസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാൻ വാങ്ങിച്ച നാരങ്ങ വെള്ളമൊക്കെ തീർന്നായിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും കുടിക്കാൻ വാങ്ങിച്ച 1 ലിറ്റർ നാരങ്ങ വെള്ളം അപ്പോഴേ തീർന്നു. നാരങ്ങ വെള്ളം കേട്ടോ, കഞ്ഞിവെള്ളം. പിന്നെ ഞാൻ ഈ സാധനം അങ്ങനെ കഴിക്കില്ല. എനിക്ക് കാടയുടെ ഫ്ലേവർ ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ മേലുള്ള മുരിമുരി ഇല്ലേ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയല്ല ഹരിബറി എന്ന് അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇവിടുത്തെ മേഘമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോണ വഴിയുള്ള അതും ഇതൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചാണ് തിരിച്ച് നമ്മൾ അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. എങ്ങനെയോ പെട്ടെന്ന് വൈകുന്നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 6:50 ട്രെയിൻ. നമ്മൾ 5 മിനിറ്റ് മുന്നേ എത്തി. പിന്നെ ട്രെയിനിൽ കയറി നേരെ തിരുപ്പൂർക്ക്. അപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ ഞാൻ നല്ലൊരു ഡീപ്പ് സ്ലീപ്പായിരുന്നു. നല്ലൊരു ഉറക്കം ഉറങ്ങി. വീണ്ടും തിരുപ്പൂർ രാവിലെ കണ്ട അതേ കാഴ്ച വന്നിട്ട് രാത്രി ആയപ്പോൾ ഉണ്ടായിരുന്നു. ഫുഡ് വാങ്ങിച്ച് വരുന്ന വഴി വന്നിട്ട് ദോശയോ ഇഡ്ഡലിയോ എന്തൊക്കെയോ കഴിക്കിട്ടല്ല, ചപ്പാത്തി ഞാൻ മറന്നു കേട്ടോ. തമിഴ്നാട് സ്പെഷ്യലായിരിക്കും എപ്പോഴും ഈ ചട്നി, തക്കാളി ചട്നി, കാര ചട്നി, അതേപോലെ ഈ തേങ്ങ ചട്നി തമിഴ്നാട് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്, ബൈ.